ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നശ്വരമായ ലോകത്ത് അനശ്വരമായത് ഒന്നേ ഒന്ന് മാത്രമാണ് എന്നാണ് കർത്താവ് പറയുന്നത്. മത്തായി 24:35 ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. ശാശ്വതമായി നിലനിൽക്കുന്നത് ഒന്നുമില്ല. എല്ലാ ജീവജാലങ്ങളും വളരുകയും ഒടുവിൽ തളരുകയും പിന്നെ നശിക്കുകയും ചെയ്യുന്നവയാണ്. ഭൂമിയിലെയും ഗാലക്സിയിലെയും എല്ലാ സംവിധാനങ്ങൾക്കും പ്രവർത്തനക്ഷമതയുടെ ഒരു കാലവും ഒടുവിൽ നാശത്തിന്റെ സമയവുമുണ്ട്. ഗാലക്സിയിൽ അനേകം നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, കർത്താവിന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. 2023 ലോകത്തിൽ 134 മില്യൺ കുഞ്ഞുങ്ങൾ ജനിച്ചു. 61 മില്യൺ ആളുകൾ മരിച്ചു. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം എന്ന വയലാറിന്റെ വരികൾ മനുഷ്യജീവിതത്തിന്റെ നശ്വരതയുടെ കാവ്യാവിഷ്കാരമാണ്. ദിവസവും മനുഷ്യ ശരീരത്തിൽ 50 മില്യൺ കോശങ്ങൾ മരിക്കുന്നുണ്ടത്രേ. ഇതിന് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് ശരീരശാസ്ത്രജ്ഞന്മാർ പേരിട്ടിരിക്കുന്നത്. അതെ, സൃഷ്ടാവാം ദൈവത്തിന്റെ വിസ്മയ നിയന്ത്രണത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, കർത്താവിന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. മനുഷ്യൻ പണിതുയർത്തിയ സംസ്കാരങ്ങളും സംവിധാനങ്ങളും ഞാനും നിങ്ങളും കാലപ്രവാഹത്തിൽ ഈ മണ്ണിൽ വീണടിയും. ആകാശവും ഭൂമിയും മാറിപ്പോകുമ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടുമ്പോഴും ദൈവത്തിന്റെ വചനം മാത്രം മാറ്റമില്ലാതെ നിൽക്കും. നീർക്കുമിളകൾ പോലെ മൺകൂടാരം തകർന്ന് നമ്മിലെ ആത്മാവ് നിത്യതയിലേക്ക് പറന്ന് മായും. അത്രയുള്ളൂ മനുഷ്യജീവിതം. ലോകം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെപ്പോലെ ലഗേജില്ലാത്ത മടക്കയാത്രക്കാരാണ് നമ്മളെല്ലാവരും. ഈ തിരിച്ചറിവുണ്ടായാൽ മനുഷ്യന്റെ അഹങ്കാരവും ധിക്കാരവും പ്രതികാരവും ബലാത്കാരവുമൊക്കെ വിനയമായി മാറും. അതിന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം വായിക്കണം, പൊരുൾ ഗ്രഹിക്കണം, അത് ജീവിത ശൈലിയാക്കണം. ആകാശവും ഭൂമിയും മാറിപ്പോകുമ്പോഴും ദൈവത്തിന്റെ വചനം മാത്രം മാറ്റമില്ലാതെ നിൽക്കും. കൗമാരത്തിലും യുവത്വത്തിലും നിലനിന്നിരുന്ന അഭിനിവേശവും സാഹസികതയും കാൽപ്പനിക പ്രേമവുമൊക്കെ ജീവിത സായാഹ്നത്തിൽ എവിടെ പോയി? എങ്ങനെയാണ് നഷ്ടമായത്? അതെ, ഒന്നും ശാശ്വതമല്ല. എല്ലാം താൽക്കാലികമാണ്, തികച്ചും താൽക്കാലികം. സമ്പത്ത് നൽകുന്ന സന്തോഷം അത് നഷ്ടപ്പെടുമ്പോൾ തീരും. സമ്പത്ത് ഏറെയുണ്ടെങ്കിലും അനാരോഗ്യം മൂലം അത് അനുഭവിക്കാൻ കഴിയാതെ വന്നാൽ മൾട്ടി കോർ ബാങ്ക് ബാലൻസ് കൊണ്ട് എന്താണ് പ്രയോജനം? ആകാശവും ഭൂമിയും മാറിപ്പോകുമ്പോഴും ദൈവത്തിന്റെ വചനം മാത്രം മാറ്റമില്ലാതെ നിലനിൽക്കും. ഉറ്റവരും സുഹൃത്തുക്കളും നൽകുന്ന സന്തോഷവും ആത്മഹർഷവുമൊക്കെ അവർ വിടവാങ്ങുമ്പോൾ തീരും, നഷ്ടമാകും. അത് നഷ്ടബോധവും നിരാശയുമൊക്കെ നമ്മളിലുണ്ടാക്കും.
ഭൗതിക വിഗ്രഹങ്ങളിലും ആസക്തികളിലും മാത്രം അടിസ്ഥാനമുറപ്പിക്കുന്നവർക്ക് അവ നഷ്ടമാകുമ്പോൾ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായതുപോലെ തോന്നും. അതുകൊണ്ടാണ് ഈ പുതുവർഷത്തിൽ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റുകൾ തിരുത്തി എഴുതണമെന്ന് സങ്കീർത്തനക്കാരൻ ഉപദേശിക്കുന്നത്. 118-ാം സങ്കീർത്തനം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യിരെമ്യാ പ്രവാചകന്റെ കാഴ്ചപ്പാടും ഇതുതന്നെയായിരുന്നു. 17-ാം അധ്യായം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ലോകസുഖങ്ങളും സൗഭാഗ്യങ്ങളും കൺനിറയെ കണ്ടും തൊട്ടും അനുഭവിച്ച ശലോമോൻ ജീവിത സായാഹ്നത്തിൽ ഇങ്ങനെ എഴുതി. 12-ാം അധ്യായം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായ വിസ്താരത്തിലേക്ക് വരുത്തും. പ്രിയ സുഹൃത്തെ, ഈ നൈമിഷിക ജീവിതത്തിൽ സ്നേഹിക്കാൻ തന്നെ സമയം അപര്യാപ്തമാണ്. പരാതിയും പരിഭവവും പ്രതികാരവുമൊക്കെ മറന്ന് മാപ്പ് കൊടുത്തും മാപ്പ് ചോദിച്ചും ദൈവം തരുന്ന ആകെ അരനാഴിക നേരം സ്നേഹിക്കൂ, സന്തോഷിക്കൂ, സൗഹൃദം ആസ്വദിക്കൂ, സെലിബ്രേറ്റ് ചെയ്യൂ. മതരാഷ്ട്രീയ നിഴൽ യുദ്ധങ്ങളിൽ പോരാളിയായി സ്വന്തം ജീവിതത്തിലും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും എന്തിനാണ് സുഹൃത്തെ തീ കത്തിക്കുന്നത്? നിർബന്ധബുദ്ധിയും പിടിവാശിയും ഇഗോയിസവുമൊക്കെ നടപ്പിലാക്കാൻ ജീവിത പങ്കാളിയെയും മക്കളെയും ആത്മസംഘർഷത്തിലാക്കുന്നതെന്തിനാണ്? വിട്ടുകളയൂ, മാപ്പ് കൊടുക്കൂ. അപ്പോൾ ആന്തരിക സമാധാനവും സൗഖ്യവുമൊക്കെ അനുഭവിക്കാൻ പറ്റും. മറ്റുള്ളവരെ അവരുടെ പരിമിതികളോടെ സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും തയ്യാറായാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമാധാനം കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. നിഷേധവികാരങ്ങളുടെ പോരാളിയായി ജീവിച്ചു മരിച്ചിട്ട് എന്ത് കീർത്തിമുദ്ര നേടാനാണ്? സ്നേഹവും കാരുണ്യവും പങ്കുവയ്ക്കുന്ന ജീവിതമാണ് ശ്രേഷ്ഠം. അന്നും ഇന്നും എന്നും മാറ്റമില്ലാത്തത് തിരുവചനം മാത്രമാണ്. അത് ധ്യാനിക്കുന്നവരും അനുസരിക്കുന്നവരും ഭാഗ്യശാലികളാണ്. അവരുടെ ജീവിതം ശ്രേയസ്കരവും സമാധാനപൂർണവുമായിരിക്കും. 1-ാം സങ്കീർത്തനം.
ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഈ വചനങ്ങളാൽ ഈ പുതുവർഷത്തിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.